വെൽക്കം എവ്രിവൺ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2024 നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ എക്സാമാണ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് ഉള്ളവരും മെയിൻസ് ഉള്ളവരും ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉള്ളവരും ഒക്കെ കാണേണ്ട എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഓക്കെ, നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് കുറച്ച് ടഫ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആൻസേഴ്സിലേക്ക് കിടക്കാം. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാന്ന് നമുക്കറിയാലോ, കുളച്ചൽ യുദ്ധത്തെ പറ്റി വായിച്ചു കഴിഞ്ഞതാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, നമുക്കറിയാം. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 ആ ഇയർ ഒന്ന് നോക്കണം. ശരിയാണ്, ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം തന്നെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയി വരുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് എപ്പോഴാണെന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. 1721 ഡേ ചോദിക്കുകയാണെങ്കിൽ ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15 എന്ത് നടന്നിട്ടുള്ളത്? ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഈ ജോഡിയാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം 1928 തെറ്റ്. 1924 നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരി. ക്ഷേത്രപ്രവേശന വിളംബരം 1936 ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം. ഇത് നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക്, കുറച്ച് നന്നായിട്ട് നോക്കിയവർക്ക് മനസ്സിലാവും. ഇതും ശരിയാണ്. അപ്പം എ ബി സി ഏതാ ഉത്തരം ശരിയാണ്? എ ബി സി ആണോ ബി സി ഡി ആണോ ഏതാ വരിക? ബി സി ഡി ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ നാലാമത്തതും ആയിട്ടാണ് ശരിയായിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ തെറ്റാണ്. സെക്കൻഡ് വൺ സി. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യ സമാജം ആണോ? അല്ല. രാജാറാം മോഹൻ റായുടേതല്ല ആര്യ സമാജം, ദയാനന്ദ സരസ്വതിയുടേതാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു ശരിയാണോ? ശരിയാണ്. സ്വതന്ത്ര പാർട്ടി ശ്രീ രാജഗോപാലാചാരി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ഇത് മൂന്നും ശരിയാണ്. 2, 3, 4 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 3, 4 ശരി. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചത് ഏത് ഉടമ്പടിയെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1783 പാരീസ് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ഒന്നോട്ട് ഇത് വെച്ചേക്കാം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് താഴെ പറയുന്ന ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഇവിടെ നിന്നുമാണ് അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തെന്നാണ് ചോദിക്കുന്നത്. ഫിഫ്ത്ത് വൺ ബി ആണ് ആൻസർ. ഏഷ്യ വൻകര തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ്, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ആറാമതിന് ആൻസർ വരുന്നത് 10 ആണ്. 10 രാജ്യങ്ങളാണ് 2023 പങ്കെടുത്തത്. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. PN പണിക്കർ ആരാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അവരുടെ രചനകളും അവരുടെ കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടാവും. അവരുടെ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. 7th വൺ ഡി ആണ് ആൻസർ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന കായികത്തിനും ആരും തെറ്റിക്കാത്ത ചോദ്യമാണ്. നിങ്ങൾ ആരും തെറ്റിക്കരുത്. ഹോക്കിയാണ് ആൻസർ. അറിയാം. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരുന്നു? നിവർത്തന പ്രക്ഷോഭം ഏതുമായി ബന്ധപ്പെട്ടതാ? ഉദ്യോഗം സംവരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈസ്റ്റിംഗ് സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്തുക. ഇതില് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഇവിടെ ആവട്ടെ. ഈസ്റ്റിംഗ് സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുവാനാണ് പറയുന്നത്. അപ്പോൾ 1, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയല്ലേ? വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഇതിൽ നോക്കാം. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ശരിയാണ്. ഈസ്റ്റിംഗ്സ് നിങ്ങൾ ജോഗ്രഫി വായിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയായിട്ടുള്ളതാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളല്ല. മറ്റേത് ശരിയാണെങ്കിൽ തെറ്റായിരിക്കല്ലോ. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു ശരിയാണ്. മൂല്യം രേഖപ്പെടുത്താറില്ല തെറ്റാണ്. അപ്പോൾ 1, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അത് ബി ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ്, മഞ്ഞുതീനി. മഞ്ഞുതീനി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കിട്ടും? ചിനൂക്ക്. ഇനിയിപ്പോൾ ഡോക്ടറാണ് പറയുന്നതെങ്കിൽ ഹെർമാറ്റൻ അല്ല. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല. നിർവാത മേഖല 12th വൺ സി. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാത മേഖല എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ഇന്ത്യൻ സമയം ഉച്ചക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? അപ്പോൾ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നോട്ടാണ്, 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രീനിച്ചിൽ 5.5 മണിക്കൂർ ബാക്കോട്ടേക്ക് നമ്മൾ പോയാൽ മതി. 6:30 AM ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 13 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 6:30 AM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തതാണ്. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന
റിട്ട് കണ്ടെത്തുക. ഏതാണ്? മാൻഡമസ് ആണ് ആൻസർ. അറിയായിരിക്കും. മാൻഡമസ് എന്നാണ് കൽപ്പന വരുന്നത്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായവയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. പിന്നെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വളരെ ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയവയാണ്. ശരിയാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതാ വരുന്നത്? ചോളമാണ് വരുന്നത്. ഓപ്ഷൻ സി. നാണ്യവിളകളും നാണ്യവിളകൾ അല്ലാത്തതും പഠിച്ചു വെക്കണം. അപ്പം 16th വണ്ണിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? നാണ്യവിളകളിൽ പുകയില, കാപ്പി, കരിമ്പൊക്കെയാണ് വരുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് അറിയെങ്കിൽ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നം അല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. 18. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയെ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി കൂട്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. 2100 ആണ്. നഗരപ്രദേശങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2100. 2400 ഒക്കെ വരുന്ന എവിടെയാ? ഗ്രാമപ്രദേശങ്ങളാണ്. ഓക്കെ. 19A. നെക്സ്റ്റ്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. ശരിയാണ്. നിയമബോധം പ്രചരിപ്പിക്കുക. ശരിയാണ്. അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകിയും. ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ്. ചിലപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കും. പക്ഷേ മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ അത് ആ ലൈൻ അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഓൺലി 3. ഓപ്ഷൻ ബി. 21B. 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? മൂന്നും തെറ്റാണ്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വെറുതെ സമയം കളയണമെന്നില്ല. മൂന്നും തെറ്റാണെന്നാണ് ഉത്തരം. കാരണം രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ എതിർത്തിലും സന്നദ്ധമായിരിക്കുക, വോട്ട് ചെയ്യുക, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതൊന്നും കർത്തവ്യത്തിൽ വരുന്നതല്ല. അപ്പം എല്ലാം തെറ്റായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാന കമ്മിറ്റിയായിരുന്നു. വളരെ ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓൺലി 1 and 2. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ആണ് ആ ഭാഗത്ത് നിന്ന് വന്നത്. എത്ര മാർക്കാണെന്ന് നോക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണോ? ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. കണ്ടോ? ഈ ക്വസ്റ്റ്യന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. മൂന്നും ശരിയാണ്. നെക്സ്റ്റ് 25. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളെ ചുവടെ നൽകിയിരിക്കുന്നത് ശരിയേത്? ഇത് ഏതെങ്കിലും നിർദ്ദേശക തത്വങ്ങൾ അറിയുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. കാരണം നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ആണ് വരുന്നത്. അപ്പൊ നിർദ്ദേശക തത്വം അയർലൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അയർലൻഡ് ആണെങ്കിൽ 3 ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാം. 3 ഓപ്ഷൻ ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി. അപ്പൊ ബാക്കി ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി ഉള്ളൂ. 1ഉം 2ഉം. എന്തെങ്കിലും പഠിച്ചു വെക്കണം. അർദ്ധ ഫെഡറൽ സംവിധാനവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും കാനഡയിൽ നിന്ന് വരുന്നതാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും. ചുവടെ നൽകുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഏതാണ്? ശരിയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതും ശരിയാണ്. ഇതും നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം സ്വത്ത് സമ്പാദനം മൗലികാവകാശങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ഓപ്ഷൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസേഴ്സ് എല്ലാം പോയി. മാത്രമേ ബാക്കിയുള്ളൂ. ശരിയായ ആൻസർ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പൊ ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവും ഏതാണ്? 1, 2 വരുന്നതാണ്. മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ്. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണെങ്കിൽ ഓപ്ഷൻ ഇത് ശരിയായിരിക്കും. ഓപ്ഷൻ സി ശരിയായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് 28. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളീയം. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം. ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നതാണോ? അല്ലല്ല. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 2 ഓപ്ഷൻസ് ഒക്കെ പോകും. ഓപ്ഷൻസ് പോയാൽ തന്നെ ഉത്തരം കിട്ടി. ഇതാണ് 1 and 3. സിനിമാ താരങ്ങളാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ്. ശരിയാണ്. 28 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 29. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. കറക്റ്റ്. സർവ്വരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമി തന്നെയാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അതും ശരിയാണ്. സോ 3ഉം ശരിയാണ്. ഓൾ ഓഫ് ദി അബോവ് 1, 2, 3.
നെക്സ്റ്റ് 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ശരിയാണോ? ശരിയാണ്. ഒന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. അത് നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടി വരും. G20 എന്ന് പറയുന്നത് 18ാമത്തത്. 2023 18ാമത്, 2023 18ാമത് തന്നെ പഠിക്കേണ്ടി വരും. ന്യൂഡൽഹിയിലാണ് ഉച്ചകോടി നടന്നത്. അല്ല, ന്യൂഡൽഹിയിലല്ല നടന്നത്. അപ്പൊ തെറ്റാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ തന്നെയാണ് നടന്നത്, പക്ഷെ ന്യൂഡൽഹിയിലല്ല. അപ്പൊ അത് ആലോചിക്കണം. ഒന്നും ഏതുമാണ് ആൻസർ വരുന്നത്? സോറി, ക്വസ്റ്റ്യന്റെ ചെറിയൊരു സംശയം വന്നതാണ്. ന്യൂഡൽഹിയിൽ നടന്നത്, ഇന്ത്യയിൽ തന്നെയാണ് നടന്നത്, ന്യൂഡൽഹിയിലാണ് നടന്നത്. പക്ഷെ എന്താണ്, 2ാമത്തെ ഉച്ചകോടിയല്ല. ഇതാണ് തെറ്റ്. സോറി ഫോർ ദാറ്റ് കൺഫ്യൂഷൻ. ന്യൂഡൽഹിയിൽ തന്നെ നടന്ന ഉച്ചകോടിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണെന്ന് പറഞ്ഞ തെറ്റാണ്. 2ാമത്തെ ഉച്ചകോടിയല്ല, ഇന്ത്യയിലാണ് നടന്നത്, പക്ഷെ 2ാമത്തെ ഉച്ചകോടിയല്ല. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. 30C. 31D. ഡി എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. നമ്മൾ ഇത് പറയാം, കണ്ണിന്റെ കാര്യം പറയുമ്പോൾ തന്നെ, കണ്ണിലെ കോർണിയ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണത്? വിറ്റാമിൻ എ ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചേക്കാം. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ. അപ്പൊ കണ്ണിലെ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഏത് രോഗത്തിലേക്കാണ് പെട്ടെന്ന്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്ഷൻ നന്നായിട്ട് നോക്കുക. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞിട്ട് തരും. അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന രോഗമാണ്. അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിറ്റാമിൻ എ തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതിന്റെ അഭാവമാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എയുടെ കുറവുകളുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് 32ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം മലമ്പനിയാണ് അനോഫിലസ് വഴി പകരുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ എവിടെ കാണുന്നു? അന്തസ്രാവ ഗ്രന്ഥി ഏത് ഗ്രന്ഥിയിലാണ് കാണുന്നത്? പാൻക്രിയാസിലാണ് കാണുന്നത്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. നിങ്ങളുടെ സമയം ഒരുപാട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ആയതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പാർട്ട് എടുക്കുകയാണെങ്കിൽ വിശദമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഓക്കെ, ഇന്ത്യയിലെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചതാര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ റോക്കറ്റ് വനിത ആരാ ഇവിടെ? ഋതു കരിതാൽ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരുന്നത്. മുകളിലോട്ട് പോകും തോറും അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ എന്ത് സംഭവിക്കും? അവരുടെ മൂക്കിൽ നിന്നൊക്കെ രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങും. നെക്സ്റ്റ്, അദിശ അളവുകളുടെ ഉദാഹരണം. ദിശ അളവുകൾ ഏതൊക്കെയാ വരിക? സമയം എന്താണ്? ഇത് ഓപ്ഷനിൽ ഉത്തരം ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഓക്കെ, 38th ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നു. നന്നായി ശ്രദ്ധിക്കണം, നല്ല ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ കുറച്ച് കെമിസ്ട്രിക്കാർക്ക് തന്നെ കുറച്ച് സംശയം വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് ഏതാണ്? ക്ലോറോഫോം ആണ്. നെക്സ്റ്റ്, ബോറോൺ, കാർബൺ, സിലിക്കൺ. ഇതും ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ക്യാൻസൽ ആയി പോയ ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിശദമായിട്ട് നോക്കണമെന്നില്ല. നെക്സ്റ്റ്, 41. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു പോവാണ്. കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ആൻസേഴ്സ് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ താഴെ യെസ് എന്നൊരു കമന്റ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവും. കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നന്നായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 41ാമത്തെ ക്വസ്റ്റ്യൻ C ആണ് വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കാം. 42A. കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. 43:1. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഏത് നമ്പറിന്റെ കൂടെയും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റേസ് ടു 0 ചെയ്ത് കഴിഞ്ഞാൽ 1 വരിക. ഇതൊക്കെ നിങ്ങൾക്ക് വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് പ്രോബ്ലം ആണ്, ചെയ്ത് നിന്ന് നോക്കേണ്ടി വരും. ഇതിപ്പം ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് 12 മീറ്റർ കിഴക്കോട്ട് പോവുക, അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. എങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇവിടത്തേക്ക് ഉള്ള ദൂരമൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? ആൻസർ ബി, വ്യാഴമാണ് വരുന്നത്. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാളത്തിലൂടെ. അതും ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്. km/h എന്താക്കാം? m/s ആക്കാം. നിങ്ങൾ 5/18 ഒക്കെ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. 18/5 ആക്കുന്നതും 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. 130 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആവുന്ന സമയം അത് 720 അല്ല
അതിൻ്റെ ആൻസർ എങ്ങനെയാണ് കൊടുക്കുക? 30 hour minus 11/2 m എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 30 hour minus 11/2 m 540 ആണ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുക. 30 into 5 minus 11/2 into 40 ചെയ്ത് കഴിഞ്ഞാൽ 70 degree ആണ് കിട്ടുന്നത്. 70 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 47th ക്വസ്റ്റ്യൻ. 7 സംഖ്യകളുടെ ശരാശരി. ഇതും ഇതേപോലെ തന്നെ ചെയ്ത് വരച്ച് നോക്കേണ്ടതാണ്. 111 ആണ് ആൻസർ കിട്ടുക. എളുപ്പത്തിൽ കിട്ടും. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ വേഗം കിട്ടും. 51. 49th and 50th ക്വസ്റ്റ്യൻ. ഇത് ഏതാ ഇക്വേഷൻ? a plus b ഹോൾ സ്ക്വയർ അല്ലേ? 75 plus 25 ഹോൾ സ്ക്വയർ. ഇത് a plus b ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ മുകളിൽ കൊടുത്തിരിക്കുന്ന a plus b ഹോൾ സ്ക്വയർ ആണ്. 75 plus 25 ഹോൾ സ്ക്വയർ, അതായത് 75 സ്ക്വയർ പ്ലസ് 2 into 75 into 25 പ്ലസ് 25 സ്ക്വയർ അല്ലേ? അത് ചെയ്യാം. താഴെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ചെയ്ത് കഴിയുമ്പോൾ താഴെ മുകളിലും കട്ടായി ചെയ്ത് അവസാനം നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് 2 ആയിരിക്കും. ഇതും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. കട്ട് ചെയ്ത് പോകും കുറേയൊക്കെ. ആൻസർ 4/5 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. ലൈക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരുന്നുണ്ടെന്ന് തോന്നുള്ളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ ചാനൽസ് ഗ്രോ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.